നമസ്കാരം. ഞാൻ ഷാനവാസ് വക്കീൽ. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ദൈനംദിനം കുഴഞ്ഞു വീഴുന്ന മരിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. അതല്ല, ഈ കൊറോണ വാക്സിന് ശേഷമാണ് എന്നാണ് അതിനകത്ത് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ഞാനും അത് മനസ്സിലാക്കുന്നു. ഈ അടുത്ത സമയത്ത് കോടതിയിലുള്ള ഒന്ന് രണ്ട് സ്റ്റാഫുകൾ ഇതുപോലെ ആറ്റിങ്ങൽ കൂടെ തിരുവനന്തപുരം നെടുമങ്ങാടൊക്കെ കോടതിയിലുള്ള സ്റ്റാഫുകൾ കുഴഞ്ഞു വീണ് പെട്ടെന്ന് രാവിലെ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ. ഇതിനൊരു കഷീര ബ്രദർ ഈ സമയത്ത് ഈ അടുത്ത ദിവസം മരിക്കാനിടയായി. ഇതെല്ലാം ഈ കൊറോണ വാക്സിന് ശേഷമാണെന്നാണ് മൊത്തത്തിലുള്ള ഒരു സംസാരം. ഏതായാലും ഇത് ഞാനൊരു 35 വർഷം കൊണ്ട് ഞാൻ യോഗ ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഈ അടുത്ത ദിവസം ഞാൻ കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങിച്ചു. ആ പുസ്തകം ഇതാണ്, മുദ്ര എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകം വാങ്ങി ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ അതിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഈ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ കാർഡിയാക് ഡിസീസ് ഉണ്ടാകുന്ന കാരണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മുദ്ര അതിനകത്ത് പറയുന്നുണ്ട്. ഈ മുദ്ര ഞാൻ പറയുന്നത്, ഞാനൊരു ഡോക്ടറൊന്നുമല്ല, പിന്നെ ഈ ആയുസിനെ പിടിച്ചു നിർത്താനും പറ്റില്ല. സമയമാകുമ്പോൾ ഒരാൾ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ആൾ മരണപ്പെടുമെന്നുള്ളതാണ്. ഞാൻ ഡോക്ടറല്ല എന്നൊരിക്കൽ കൂടി പറയുന്നു. ഇത് ആധികാരികമായി ഈ പുസ്തകം തെളിയിക്കപ്പെട്ടതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരെല്ലാം, ഈ പുസ്തകത്തിൻ്റെ ഓതർ എല്ലാം, ഗ്രന്ഥകർത്താവെല്ലാം വളരെയധികം ഈ അസുഖങ്ങൾ, ഈ മുദ്ര കൊണ്ടുള്ള അസുഖങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് അവരവകാശപ്പെടുന്നു. ഞാൻ അതിനകത്ത് അത് നോക്കി, അത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെല്ലാം മനസ്സിലായി. അതിനകത്ത് ഈ വാക്സിനേറ്റഡിന് ശേഷം പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇപ്പോൾ കൂടി വരികയാണ്. കൈവിറയൽ, വിറയൽ വാദമെന്നാണ് അതിനെ ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം ഈ ഒരു അസുഖം, ഈ രണ്ടും അസുഖങ്ങൾ ഒരുപാട് കൂടി വരികയാണ്. സ്ത്രീകൾക്കുള്ള വളരെയധികം ഫൈബ്രോയിഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് ബന്ധീകരണം, അങ്ങനെയുള്ളൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഈ മുദ്ര എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിനകത്തുനിന്ന് അതിൽ പറയുന്ന ആ ഗ്രന്ഥകർത്താവ് പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ കിടക്കാൻ സമയമാകുമ്പോൾ കിടക്കാൻ ബെഡിൽ കിടന്നുകൊണ്ടും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കണ്ണ് തുറന്ന് നമ്മൾ കിടന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മുദ്രയാണ് കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അല്ല, ഈ കാർഡിയാക് ഡിസീസിനെ സംബന്ധിച്ചുള്ള ചെസ്റ്റ് പെയിനോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് ആദ്യം എടുക്കുന്നത് ECG ആണ്. ECGയിൽ ഒരിക്കലും തന്നെയും നമ്മളെ കാർഡിയാക് ഡിസീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കലും തെളിഞ്ഞു വരില്ല. അതിനകത്ത് നമ്മളെ ചെസ്റ്റിൽ വെച്ച് പരിശോധിക്കുന്ന